ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഓണം മേക്കപ്പ് ലുക്കും ഹെയർ സ്റ്റൈലും ആണ്. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഹാപ്പി ഓണം നേരുകയാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ കോളേജിലും ഓഫീസിലൊക്കെ ഓണം സെലിബ്രേഷന് പറ്റിയ ഒരു മേക്കപ്പ് ആൻഡ് ഹെയർ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഫേസിൽ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ്. ഇത് ന്യൂട്രിഡെർം എന്ന് പറഞ്ഞൊരു അടിപൊളി ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇതിനകത്ത് വൈറ്റമിൻ ഇ ഉണ്ട്. ഇതൊരു US ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ആമസോണിൻ്റെ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ്. ആർക്കെങ്കിലും വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ എൻ്റെ ഫുൾ ഫേസിൽ ഞാൻ ക്ലെൻസ് ചെയ്ത ശേഷം ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ അല്ലെങ്കിൽ തംബ്നെയിൽസ് കണ്ടപ്പോൾ മനസ്സിലായല്ലോ, ഇതിനകത്ത് ഞാൻ ഫൗണ്ടേഷനോ കൺസീലറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ അതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഫുൾ ഫേസിനെ ഒരു കോമ്പാക്ട് പൗഡർ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൺസീലർ യൂസ് ചെയ്യാത്തത്. ഇനി നിങ്ങളുടെ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കൺസീലർ കൊണ്ട് ഒന്നത് മറച്ച് വയ്ക്കുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം എൻ്റെ ഫുൾ ഫേസിൽ ഞാൻ എൻ്റെ പൗഡർ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ബ്രോസ് ഒന്ന് ഡിഫൈൻ ചെയ്യാണ്. ഓൾറെഡി എൻ്റെ തിക്ക് ബ്രോസ് ആണ്, എന്നാലും ഞാൻ എൻ്റെ ബ്രോസ് ഒന്ന് ഡിഫൈൻ ചെയ്യാറുണ്ട്. കാരണം അങ്ങനെ നമ്മളൊന്ന് ഫില്ലിങ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നല്ലതായിട്ടൊരു അട്രാക്റ്റീവ് ലുക്ക് നമ്മുടെ ഫേസിന് കിട്ടുന്നത്. ഇത് ADS എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഐബ്രോ പെൻസിലാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഐബ്രോ ഫില്ല് ചെയ്തതിന് ശേഷം ഞാൻ നന്നായിട്ട് കോംബ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നാച്ചുറൽ ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം എൻ്റെ ബ്ലൗസിൻ്റെ മാച്ച് കളറായിട്ടുള്ള ഒരു ബ്ലൂ ഐലൈനർ വെച്ചിട്ട് ഞാൻ ഐലൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു വെറൈറ്റി ലുക്കാണ്. ഇപ്പോൾ എല്ലാ ലേഡീസ് സ്റ്റോഴ്സിലും ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐലൈനറാണ്. ഇപ്പോൾ ഗ്രീൻ കളറും ഒക്കെ ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഒരു കുഞ്ഞു വിങ് ലൈനറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ എൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് എൻ്റെ കൈയുടെ പുറകിൽ ഇച്ചിരി എടുത്തിട്ട് അത് ഞാൻ നന്നായിട്ട് എൻ്റെ കൈ വെച്ചൊന്ന് സ്മജ് ചെയ്തെടുത്തിട്ട് എൻ്റെ ഐലിഡ്സിൽ അപ്ലൈ ചെയ്യുവാണ്. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ടിൻറ്റ് കളർ, പിങ്ക് കളർ നമ്മുടെ ഐ ഷാഡോ ആയിട്ട് നമുക്ക് ഒരു ഫീൽ ചെയ്യും. എന്നാൽ ഒരുപാട് അങ്ങോട്ട് വൃത്തികേടും ആവില്ല, ഒരു നാച്ചുറൽ ഒരു ലുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഐ ഷാഡോ ഇല്ലാത്തവർക്ക്, ഐ ഷാഡോ ഇഷ്ടമായവർക്ക് ഇത് എന്തായാലും ചെയ്ത് നോക്കാൻ പറ്റിയൊരു ട്രിക്കാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ മറ്റേ കണ്ണിലും അപ്ലൈ ചെയ്യാണ്. അതിനുശേഷം ഞാൻ കാജൽ അപ്ലൈ ചെയ്യാണ്. ഇത് LITൻ്റെ ഐ ഡ്രാമ കാജലാണ് കേട്ടോ. ഇത് 90 രൂപയുള്ളൂ. ഇതിന് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന നല്ല കളറും ഉള്ള ഒരു കാജലാണിത്. അതിനുശേഷം ഞാൻ മസ്കാര അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നന്നായിട്ട് നമ്മുടെ കണ്ണ് വിടർന്നിരിക്കും മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ. നമ്മൾ ലോവർ ലാഷസിലും അപ്പർ ലാഷസിലും മസ്കാര അപ്ലൈ ചെയ്യുക. നമ്മൾ സിംഗിൾ കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഡബിൾ കോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4 ലാഷസിൻ്റെ എഫക്റ്റും കൂടെ നമുക്ക് കിട്ടും. ഫൈനലായിട്ട് നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്യണം. ഇതെന്ന് പറയുന്നത് ബ്ലൂ ഹെവൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇത് പിങ്ക് മറൂൺ എന്ന് പറഞ്ഞാണ് ഇതിൻ്റെ ഷെയ്ഡ്. ഇത് 8 hours വരെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു അടിപൊളി ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. പക്ഷേ ഇത്തിരി ഡ്രൈ ഔട്ട് ആണ്, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളൊന്ന് ലിപ് ബാം അപ്ലൈ ചെയ്യണം. അതിനുശേഷം കയ്യിൽ ഞാൻ എടുത്തില്ലായിരുന്നു നേരത്തെ ഒരല്പം ലിക്വിഡ് ലിപ്സ്റ്റിക്. അത് നമ്മുടെ ഫേസിൽ ആസ് എ ബ്ലഷായിട്ട് താല്പര്യമുള്ളവർക്ക് മാത്രം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു നാച്ചുറൽ ഗ്ലോയി ലുക്കും കൂടെ നമ്മുടെ ഫേസിന് കിട്ടും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഹെയറിലോട്ട് പോവാം. ആദ്യം തന്നെ നന്നായിട്ട് ഷാമ്പൂ ഒക്കെ ചെയ്തിരിക്കണം കേട്ടോ. എൻ്റെ ഞാൻ ഓൾറെഡി നല്ല എണ്ണ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് പോലെ ഇരിക്കുന്നത്. അതിനുശേഷം ഒരു സെൻറ്റർ പാർട്ടീഷനാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ സൈഡിൽ നിന്ന് ഇതുപോലെ ഞാൻ ഒരു സെക്ഷൻ എടുത്തിട്ടുണ്ട് കണ്ടോ. അതിൽ നന്നായിട്ട് എടുത്തിട്ട് ഇപ്പോൾ ഓയിൽ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഇങ്ങനെ ഭയങ്കര പതിഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഞാനത് ബാക്ക് കോംബ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്ക് കോംബ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ കാണുന്ന വശമല്ല, കാണാത്ത വശമാണ് ബാക്ക് കോംബ് ചെയ്യേണ്ടത്. അതിനുശേഷം കാണുന്ന വശം ഒന്ന് ചെറുതായിട്ട് വൃത്തിയാകാൻ വേണ്ടിയിട്ട്, ഒന്ന് അടുങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കണം. ഒരുപാടൊന്ന് ബാക്ക് കോംബ് ചെയ്ത് അങ്ങനെ നമ്മൾ വൃത്തികേടാക്കണ്ട, ചെറുതായിട്ട് ബാക്ക് കോംബ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം മറ്റേ സൈഡിലും ഇതേപോലെ തന്നെ ഞാനൊരു സെക്ഷൻ എടുത്തിട്ട് അതിനെ ബാക്ക് കോംബ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്ക് കോംബ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ നന്നായിട്ട് വോള്യൂമൈസിങ് തോന്നിക്കും. പക്ഷേ ഡെയിലി ബേസിസിൽ ബാക്ക് കോംബ് ചെയ്യുന്നത് നല്ലതല്ല. നമ്മുടെ ഹെയറൊക്കെ പെട്ടെന്ന് പൊട്ടാനും ആ ഹെയറിൻ്റെ സ്ട്രെങ്ത് ഒക്കെ പോകാനും കാരണമാകും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഹെയർ ഒക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനൊന്നും കൂടെ ലോങ് ലാസ്റ്റ് ചെയ്യിക്കാനും പറ്റും. അപ്പോൾ അതിനുശേഷം ഞാനിങ്ങനെ ഒരു ട്വിസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ബാക്കിൽ ഒരു ബോബി പിന്ന് വെച്ചിട്ട് പിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഫ്രണ്ടിൽ അത് ആ പിൻ ചെയ്ത് കാണാതിരിക്കാൻ ഒരു മുടിയും കൂടെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പിൻ ചെയ്ത ഭാഗത്ത് നമ്മളൊന്ന് അമർത്തി പിടിച്ചിട്ട് നമ്മുടെ ചീപ്പിൻ്റെ ഈ ബാക്ക് സെക്ഷനില്ലേ അത് വെച്ചിട്ട് നമ്മളൊന്ന് ഇങ്ങനെ പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വോളിമൈസിങ് ആയിട്ട് കുറച്ചുകൂടെ പഫായിട്ട് ഹെയർ ഇരിക്കും. കണ്ടോ ഇപ്പോൾ ഇരിക്കുന്ന പോലെ. അതേപോലെ തന്നെ നമുക്ക് മറ്റേ ഹെയർ ചെയ്തെടുക്കാം.
ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണിത്. അപ്പോൾ ഹെയർ സ്റ്റൈലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ സിന്ദൂരമൊക്കെ തൊട്ട് നമുക്ക് അടിപൊളിയായിട്ട് റെഡിയായി നിൽക്കാം. ഇനി നമുക്ക് മുല്ലപ്പൂ വെക്കണമെങ്കിൽ നമുക്ക് താഴത്തൂടെ നമുക്ക് ചുറ്റും മുല്ലപ്പൂവും വെക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്നത്തെ മേക്കപ്പും ഇന്നത്തെ ഹെയർ സ്റ്റൈലും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സുമായിട്ട് ഫാമിലിയോടും ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.